സാധാരണ വെള്ളച്ചാട്ടത്തിലെല്ലാം ഭയങ്കര അപകടമാണ്, കൊച്ചുകുട്ടികളെ കൊണ്ടുവരുന്നൊക്കെ പറയണം. ഇത് 5 വയസ്സ് താഴെയുള്ളവർക്ക് വേണ്ടി മാത്രം പ്രത്യേക ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഇവിടെ. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം അരുവിക്കുഴി വെള്ളച്ചാട്ടം. നമ്മളത് അധികം കേട്ടിട്ടില്ല, എന്നിരുന്നാലും ഞങ്ങളൊരു ഗൂഗിൾ മാപ്പ് നോക്കി വന്നതാണ് ഇങ്ങോട്ട്. നല്ല താഴത്തേക്ക് ഇറങ്ങി ചെന്നാൽ അതിൻ്റെ കൂടുതൽ മനോഹാരിത നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ താഴത്ത് ചെന്നിട്ട് കൂടുതൽ വിശേഷങ്ങൾ പറയാം. സൂപ്പർ, ഒന്നും പറയാനില്ല, നല്ല രസമാണ്. വലിയ നമുക്ക് ഇങ്ങോട്ട് കാണുമ്പോൾ തന്നെ ഒരു ഡേഞ്ചർ ഫീലിംഗ് ഒന്നുമില്ല. വളരെ നല്ലൊരു രീതിയിൽ നല്ല താന്നിങ്ങനെ പോകുന്നൊരു വെള്ളച്ചാട്ടം. വരുന്നത് തന്നെ നല്ല ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഇപ്പോൾ തന്നെ. എന്നിരുന്നാലും വലിയ ഡേഞ്ചറോ കാര്യങ്ങളൊന്നും, ഫാമിലിക്ക് വരാൻ പറ്റിയ സ്ഥലം, കുട്ടികളോട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടുന്ന് ഇപ്പോൾ തന്നെ കുറച്ച് ഫാമിലീസ് കയറി പോയുള്ളൂ. പക്ഷേ കയറ്റം ഇച്ചിരി ഒരു റിസ്ക് ഉണ്ട്. കുട്ടികൾക്ക് പിടിച്ച് കയറാനായിട്ട് ഇച്ചിരി റിസ്ക് ഉണ്ട്, ഇങ്ങോട്ട് ഇറങ്ങി വരാനായിട്ട്. ഇപ്പോൾ തിരിക്കുമ്പോൾ ഞങ്ങൾ ഇറങ്ങി വന്നാൽ ഞങ്ങൾ വലിയ കുഴപ്പമില്ല പോകുന്നത്. ഇപ്പോൾ കയറുമ്പോൾ ഇച്ചിരി കഥക്കുന്നത്, 2-3 പേര് കയറിപ്പോയപ്പോൾ ഇച്ചിരി കിതച്ചാണ് കയറിപ്പോയത്. എന്നിരുന്നാലും ഇവിടെ വരുന്ന ലൊക്കേഷൻ നല്ല അടിപൊളിയാണ്. ഇത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്, റാന്നിക്ക് അടുത്താണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ ലൊക്കേഷൻ ഇടാം, കമൻറ്റിൽ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ അടുത്തേക്ക് ചെല്ലാം. അരുവിക്കുഴി വാട്ടർഫോൾസ് ആണ്. നല്ല രസമാണ് ഇവിടെ. ഒരുപാട് വെള്ളച്ചാട്ടത്തിൽ പോയിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റിസ്ക് ഫാക്ടറുകളൊന്നുമില്ല, അപകട സാധ്യതയൊന്നുമില്ല. ഇവിടെ ഈ കാണുന്ന ആഴം ഇത്രയേ ഉള്ളൂ, മുട്ടിന്റെ താഴെ ഇത്ര ആഴമുള്ളൂ. നമുക്ക് കണ്ടാൽ അറിയാം. ഇതിന്റെ താഴെ അടിഭാഗം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് അപകട സാധ്യതയൊന്നുമില്ല. കൊച്ചു കുട്ടികളായിട്ട് വരെ വരാം. അത് ഈ വെള്ളം തന്നെ ഒഴുകി അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് വേണം വെള്ളത്തിൽ കളിക്കാം. അപകട സാധ്യതയൊന്നുമില്ല. നല്ല രസമാണ്. ഞങ്ങളിപ്പം വന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 4:45 സമയമാണ്. നല്ല ക്ലൈമറ്റാണ് ഇവിടെ. വെള്ളം ഇങ്ങനെ അവിടെ തെളിച്ചിട്ട് മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വീക്കെൻഡ് ഡെസ്റ്റിനേഷനാണ് അരുവിക്കുഴി.
വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം. പക്ഷെ ഇത് തീരെ ആഴം കുറവാണ്, അതുപോലെ തന്നെ അധികം പാറകളൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് നടക്കാം. നല്ല ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഒഴുകി പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ശരിക്കും കൊച്ചു പിള്ളേരായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്യാം. കാരണം ആഴമില്ലാത്തതുകൊണ്ട് ചെറിയ പാറയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. നല്ല തണുത്ത വെള്ളമാണ്. ഇപ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന സേവ് ദ വീഡിയോ, സേവ് ദ ഫോട്ടോസ് ഒക്കെ എടുക്കേണ്ടതാണ്. അതിന് പറ്റിയൊരു ലൊക്കേഷൻ ആയിരിക്കും ഇത്, അരുവിക്കുഴി വാട്ടർഫോൾ. ഇവിടെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല മൂഡുണ്ട്, നല്ല ലൊക്കേഷൻസ് ഒരുപാടുണ്ട്. ഈ വെള്ളം തന്നെ ഈ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വേദി പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ വന്നാൽ അതിൻ്റെ ഒരു കുളിർമയും തനിമയൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെ വന്ന് പോകേണ്ടതാണ്. അധികം ദൂരമൊന്നുമില്ല, നമുക്ക് ഈ റാന്നിയിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല. റാന്നിയിൽ എത്തിപ്പെടുന്നവർക്ക് വളരെ രസകരമാണ്. ഇവിടെ ഞങ്ങൾ തന്നെ ഇപ്പോൾ കണ്ട കാലിൻ്റെ ഇവിടം വരെ ഉള്ളൂ, കാൽ മുട്ടുവരെ പോലും വെള്ളമില്ല. ഇപ്പം ഞങ്ങൾ എന്നാലും അത്യാവശ്യം വെള്ളം ഉള്ള സമയത്ത് തന്നെ വന്നിരിക്കണം. ആ ടൈമിൽ പോലും ഇത്തരം വെള്ളമുള്ള ഒട്ടും ഡേഞ്ചർ അല്ലാത്ത സ്ഥലമാണിത്. നമ്മൾ പിന്നെ ഇവിടെ അധികം ആൾക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ വിജനമായിട്ടൊരു സ്ഥലം തന്നെയാണിത്. അപ്പം എൻജോയ് ഗൈസ്.